നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. ബി.ജെ.പി. ബന്ധവിവാദത്തിൽ LDF കൺവീനർ സ്ഥാനത്ത് EP ജയരാജനെ നീക്കിയിരിക്കുന്നു. ഇന്നലെ ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കടുത്ത വിമർശനം ഉണ്ടായതിന് പിന്നാലെയാണ് നടപടി. TP രാമകൃഷ്ണൻ LDFന്റെ പുതിയ കൺവീനറാകും. നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ EP ജയരാജൻ കണ്ണൂരിലെ വീട്ടിലെത്തി. ഞാൻ യഥാർത്ഥത്തിൽ ജാവേദ് കണ്ടിട്ട് എത്ര മാസമായി എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേക്ക് കൂടി പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കിയ ഈ പ്രതികരണമാണ് EP ജയരാജന്റെ സ്ഥാനം തെറിപ്പിച്ചത്. പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ നടപടിയെടുത്താൽ അത് കോൺഗ്രസിന് തിരിച്ചടിക്കാനുള്ള ആയുധമാകുമെന്നായിരുന്നു CPIMന്റെ ആദ്യ നിലപാട്. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയത്തിൽ നടപടി വൈകുന്നതിലുള്ള CPIയുടെ അതൃപ്തി ഉയർത്തി MV ഗോവിന്ദനാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. പിന്നാലെ EP ജയരാജൻ രാജിസന്നദ്ധത അറിയിച്ചു. എന്നാൽ നടപടി നേരത്തെ വേണമെന്ന VN വാസവന്റെ അഭിപ്രായം EP ജയരാജനെ ക്ഷുഭിതനാക്കി. പിന്നാലെ ചിന്താ ഫ്ളാറ്റിലെ മുറിയൊഴിഞ്ഞ് ഇന്ന് രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ EP ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങി. പാർട്ടിക്കുള്ളിൽ ഉയർന്ന രൂക്ഷമായ വിമർശനങ്ങൾക്കൊടുവിലാണ് EP ജയരാജന് സ്ഥാനം തെറിച്ചത്. CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണനായിരിക്കും പുതിയ LDF കൺവീനർ. പ്രകാശ് ജാവ്ദേക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ലെന്നും അതിനാലാണ് പാർട്ടിയെ അറിയിക്കാതിരുന്നത് എന്നുമായിരുന്നു വിഷയത്തിൽ EPയുടെ വിശദീകരണം. കണ്ണൂരിലെത്തിയ EP ജയരാജൻ ഒറ്റവാക്കിൽ മാധ്യമങ്ങളോട് മറുപടി ഒതുക്കി. അല്ലെങ്കിൽ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നാണ് പറയുന്നത്. ശരിയാണോ? എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം വൈകിട്ട് 3:30 CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് തീരുമാനമറിയിക്കും. കുറച്ചു വൈകിയെങ്കിലും ഒരു മുഴം മുൻപേയുള്ള CPIMന്റെ ഏറാണ് EP ജയരാജന്റെ സ്ഥാനചലനം. നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. താഴെത്തട്ടിലുള്ള വിമർശനങ്ങൾ ഒഴിവാക്കുക കൂടി CPIM ലക്ഷ്യമിടുന്നു. ഷഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. പാർട്ടി പറയുന്ന ചുമതല ഏറ്റെടുക്കുമെന്ന് TP രാമകൃഷ്ണൻ. ആവശ്യമെങ്കിൽ തിരുത്തലുകൾ വരുത്തും. മാറ്റത്തിന്റെ കാരണം നേതൃത്വം വിശദീകരിക്കുമെന്നും TP രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ഏത് ചുമതല പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാലും ആ തീരുമാനം നടപ്പിലാക്കുക, സാധ്യതയ്ക്കനുസരിച്ച് കഴിവിനൊത്ത് നടപ്പിലാക്കുക. സാധാരണ നിലയിൽ പാർട്ടിയിൽ എടുക്കുക, പാർട്ടി തീരുമാനം അറിയിക്കുക, ആ തീരുമാനം നടപ്പിലാക്കുക. ഇത്തരമൊരു നിലപാടാണ് പൊതുവെ നമ്മൾ സ്വീകരിച്ചു വരുന്നത്. ആളെ സമ്മതം വാങ്ങിയിട്ട് ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതൊന്നും സാധാരണ നിലയിൽ പാർട്ടിയിൽ സ്വീകരിക്കുന്ന ഒരു സമീപനമല്ല. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് അഭിപ്രായം, ആ അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി രാഷ്ട്രീയമായ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. CPIMലെ തലപ്പൊക്കമുള്ള നേതാവിന്റെ പടിയിറക്കം BJP ബന്ധത്തിന്റെ പേരിലായത് EP എന്നും വേട്ടയാടും. സംഘടനാ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാർട്ടി സെക്രട്ടറി എന്ന സന്ദേശമാണ് MV ഗോവിന്ദൻ നൽകുന്നത്. പിഴവുകൾ ആവർത്തിക്കുമ്പോഴും EPയെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന പിണറായിയും ഇത്തവണ തുണയായില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റൌത്തറും ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് B ദിലീപ് കുമാറും ഇപ്പോൾ ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റൌത്തറിലേക്കാണ്. ഷഫീദ്, അങ്ങനെ EPക്കെതിരെ നടപടി വരുന്നു. 3:30 MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം. ഔദ്യോഗികമായി എങ്ങനെയായിരിക്കും CPIM ഇതിനെ വിശദീകരിക്കുക? ഷഫീദ്. ഉന്മേഷ, BJP ബാന്ധവത്തിന്റെ പേരിലാണ് EP ജയരാജന് സ്ഥാനമൊഴിയേണ്ടി വന്നത് എന്നുള്ളൊരു പരസ്യ പ്രതികരണത്തിലേക്ക് CPIM കടക്കില്ല. കാരണം അങ്ങനെ കടന്നാൽ അത് പാർട്ടിയെ തന്നെ ആശങ്കപ്പെടുത്തുന്ന തുടർ ചർച്ചകൾക്ക് തുടക്കം കുറിക്കും എന്നുള്ളതാണ് CPIMന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. സംസ്ഥാന കമ്മിറ്റിയിലും സമാനമായ ചില അഭിപ്രായങ്ങൾ ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പകരം വ്യക്തിപരമായ കാര്യങ്ങളാൽ ഒരുപക്ഷെ സ്ഥാനം മാറുന്നു എന്നുള്ള ഒരു വിശദീകരണമായിരിക്കും CPIMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് സാധൂകരിക്കുന്ന പ്രതികരണം MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം EP ജയരാജൻ നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും CPIMനെ സംബന്ധിച്ചൊരു മുഖം രക്ഷിക്കൽ നടപടി കൂടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം CPI തന്നെ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ CPIMനെ സമ്മർദ്ദത്തിലാക്കി. അതിനുമപ്പുറത്തേക്ക് മറ്റ് ഘടകകക്ഷികളുടെ അഭിപ്രായം, പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്ന അഭിപ്രായം, ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് LDF സ്ഥാനത്ത് EP ജയരാജന് സ്ഥാനചലനം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതിൽ നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുകയാണ്. ഈ ബ്രാഞ്ച് സമ്മേളനത്തിന് മുന്നോടിയായി താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ തൃപ്തിപ്പെടുത്തുക, പകരം ഏതെങ്കിലും തരത്തിൽ താഴെത്തട്ടിൽ നിന്ന് ഉയരുന്ന, നേതൃത്വത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ അതിനെ തണുപ്പിക്കുക, അങ്ങനെ കൂടി ലക്ഷ്യമിടുന്നുണ്ട് ഈ അച്ചടക്ക നടപടി കൊണ്ട്. ഒരു മുഴം മുൻപേ എറിഞ്ഞുള്ള CPIMന്റെ നടപടി എന്ന് വേണം മനസ്സിലാക്കാൻ. അത് കുറച്ച് വൈകിയാണ് എടുത്തത് എന്നുള്ളത് മാത്രമാണ് ഉയരുന്ന ഒരു ചോദ്യം. അതും ഒരു വിശദീകരണമായി CPIMന് മറുപടി പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ട് ഇത്ര വൈകി എന്നുള്ളതും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കൂടാതെ ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടി നൽകുന്ന സന്ദേശം കൂടിയായി ഇത് മാറുന്നുണ്ട്. ഉന്മേഷ്.
ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ബി ദിലീപ് കുമാർ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ് കുമാർ, നമ്മൾ കണ്ടതാണ് ആ വിമാന യാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴൊക്കെ സംരക്ഷക സ്ഥാനത്ത് EP ആയിരുന്നു. എല്ലാ കാലത്തും EP-യുടെ സംരക്ഷണമായിരുന്നു പിണറായി. ഇപ്പോൾ അതിനൊരു മാറ്റം വരികയാണല്ലോ. പിണറായി കൂടി കൈവിട്ടിരിക്കുന്നുവല്ലോ EP-യെ. ദിലീപ് കുമാർ. ഉന്മേഷ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ EP ജയരാജനെ കൈവിട്ടു എന്ന തോന്നൽ അദ്ദേഹത്തിന് തന്നെ, അതായത് EP ജയരാജന് തന്നെ തോന്നുകയും അതേ തുടർന്നാണ് ഇന്നലെ അദ്ദേഹം രാജിസന്നദ്ധത ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിക്കുകയും ചെയ്തത്. ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP വിഷയം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് റിപ്പോർട്ട് ചെയ്തത്. CPIക്ക് EP ജയരാജൻ ഇപ്പോഴും LDF കൺവീനറായി തുടരുന്നതിലുള്ള അതൃപ്തി, BJP ബന്ധവുമായി ബന്ധപ്പെട്ട് നേരത്തെ ആരോപണം ഉയർന്ന നേതാവാണ് EP ജയരാജൻ. പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തെ കണ്ടു എന്ന കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വെളിപ്പെടുത്തിയ നേതാവാണ് EP ജയരാജൻ. അതുകൊണ്ട് ആ കൂടിക്കാഴ്ച അത്ര നിഷ്കളങ്കമായിരുന്നില്ല. അദ്ദേഹത്തെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് CPI നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ആ കാര്യം ഇന്നലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ചെറിയ വാക്കേറ്റവും ഈ യോഗത്തിലുണ്ടായി. താൻ സ്ഥാനമൊഴിയാൻ സന്നദ്ധനാണ് എന്ന കാര്യം EP ജയരാജൻ പറഞ്ഞപ്പോൾ അവിടെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന മന്ത്രി കൂടിയായ VN വാസവൻ അദ്ദേഹം EP ജയരാജനോട് പറഞ്ഞത് നേരത്തെ തന്നെ താങ്കളെ ഒഴിവാക്കിയതാണല്ലോ എന്ന നിലയിലുള്ള പരാമർശം നടത്തി. ആ പരാമർശം നടത്തുമ്പോഴും മുഖ്യമന്ത്രി മൗനമായിരുന്നു യോഗത്തിൽ പാലിച്ചത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇക്കാര്യത്തിൽ VN വാസവനാണ്, അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായമാണ് എന്ന് EP ജയരാജൻ ധരിക്കുകയും അത് അദ്ദേഹത്തോട് അടുപ്പമുള്ള ചില ആൾക്കാരോട് ആ നിലയിലുള്ള ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി കൈവിട്ടു എന്ന തോന്നൽ EP ജയരാജൻ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം EP ജയരാജനെതിരായിട്ടുള്ള പല കാര്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന നിലയിലും EP ജയരാജൻ അദ്ദേഹത്തോട് അടുപ്പമുള്ള ചിലരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്നിട്ടുള്ള വിവാദം, മുകേഷിൻ്റെ രാജി വിഷയം അടക്കമുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കൂടി തൻ്റെ പേര് ഇതിലേക്ക് ഇപ്പോഴത്തെ ഈ സംഭവങ്ങളിലേക്ക്, അതായത് BJP വിവാദം വീണ്ടും എടുത്തിട്ടിരിക്കുകയാണ് എന്ന നിലയിലുള്ള പരാമർശങ്ങളൊക്കെ EP ജയരാജൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ള ആൾക്കാരോട് അങ്ങനെ ആ നിലയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളതായാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി കൈവിട്ടതാണ് EP-യുടെ രാജിയിലേക്ക് എത്തിയത്. നമുക്കറിയാം, നേരത്തെ വിഭാഗീയത CPIM-ൽ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് ജില്ലാ കമ്മിറ്റികൾ പിടിച്ചെടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് തുണയായിരുന്നത് EP ജയരാജനായിരുന്നു. ആ സൗഹൃദം പലപ്പോഴും പിന്നീടുള്ള വിവാദങ്ങളിലൊക്കെ EP ജയരാജന് സഹായകമായിട്ടുമുണ്ട്. പക്ഷേ ഇത്തവണ മുഖ്യമന്ത്രി കൈവിട്ടതോടുകൂടി EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിച്ചിരിക്കുകയാണ്. ശരി, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം ഷഫീദ് റാവുത്തറും. CPIM പാർട്ടി സമ്മേളനങ്ങൾ നാളെ തുടങ്ങാനിരിക്കുകയാണ്. മുതിർന്ന നേതാവ് EP ജയരാജന്റെ പടിയിറക്കം. LDF കൺവീനർ പദവിയിൽ നിന്ന് മാത്രമല്ല, അധികാര ചേരിയിൽ നിന്ന് കൂടിയാണ് EP പുറത്താകുന്നത്. പാർട്ടിയിൽ പിണറായി വിജയന് പിന്നിൽ MV ഗോവിന്ദൻ ആധിപത്യം ഉറപ്പിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. LDF കൺവീനർ പദവിയിൽ നിന്നാണ് EP ജയരാജൻ പുറത്താകുന്നതെങ്കിലും ഫലത്തിൽ പാർട്ടിയിലെ പ്രതാപകാലത്തിന്റെ പരിസമാപ്തി കൂടിയാണ് നടപടി. ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. സമ്മേളനകാലത്തെ ഒരു വെല്ലുവിളി കൂടി നേതൃത്വം വെട്ടിവീഴ്ത്തുന്നു. തന്നേക്കാൾ ജൂനിയറായ MV ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിയോഗിച്ചതിൽ EP ജയരാജൻ അതൃപ്തനായിരുന്നു. PB അംഗത്വം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന സെന്ററിലെ നേതൃതീരുമാന ചർച്ചകളിൽ നിന്ന് പുറത്തായതും EPക്ക് അമർഷമുണ്ടാക്കി. നീരസം EP പലതവണ പരസ്യമാക്കിയത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ വെളിപ്പെടുത്തൽ വിവാദം വെട്ടിനിരത്തിലിന് ആയുധമാക്കിയതോടെ പതനം. EP-യുടെ എതിർശബ്ദങ്ങളെ ദുർബലമാക്കി സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നു എന്നത് രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിലെയും പാർട്ടിയിലെയും രണ്ടാമൻ പദവി കൂടുതൽ ഉറപ്പിക്കുന്നു. രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക പിന്നോട്ടിറക്കത്തിൽ EP ജയരാജന് P ജയരാജന്റേതിന് സമാനമായ വഴിയാണ് തുറക്കുന്നത്. പാർട്ടിയെ എക്കാലവും നിയന്ത്രിച്ച കണ്ണൂർ നേതാക്കൾക്കിടയിൽ ഇനി പുതിയ സമവാക്യം. EP ജയരാജൻ എന്ന രാഷ്ട്രീയ വൻമരമാണ് കടപുഴകുന്നത്. നിരന്തരം കലഹിച്ച EP-യുടെ വെല്ലുവിളി MV ഗോവിന്ദന് മുന്നിൽ ദുർബലമാക്കപ്പെടുകയും ചെയ്യുന്നു. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. CPIM-ലെ കരുത്തരായ നേതാക്കളിൽ മുൻനിരയിലായിരുന്നുവെങ്കിലും എക്കാലം വിവാദങ്ങളുടെ തോഴനായിരുന്നു EP ജയരാജൻ. EP-യുടെ വിവാദ നടപടികളും പ്രസ്താവനകളും പലതവണയാണ് CPIM-നെ പ്രതിസന്ധിയിലാക്കിയത്. കൊണ്ടും കൊടുത്തുമുള്ള കണ്ണൂർ ശൈലിക്കിടെയും
വൈരുദ്ധ്യങ്ങളും വിവാദങ്ങളും എക്കാലത്തും ഇ.പി. ജയരാജന്റെ രാഷ്ട്രീയ ജീവിതത്തെ പിന്തുടർന്നു. കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ചുള്ള പ്രവർത്തനത്തിന്റെ കാലം കഴിഞ്ഞെന്ന ഇ.പിയുടെ പ്രസ്താവന തെല്ലൊന്നുമല്ല വിവാദ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടത്. ഇ.പി. ജയരാജൻ ദേശാഭിമാനി ജനറൽ മാനേജറായിരിക്കെ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 2 കോടി രൂപ ബോണ്ട് വാങ്ങിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. വിവാദം കൈവിട്ടതോടെ പണം മടക്കി നൽകിയാണ് പാർട്ടി തലയൂരിയത്. കണ്ണൂരിലെ ഇ.കെ. നായനാർ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിന്റെ മുഖ്യ സ്പോൺസറായി ഫാരിസ് അബൂബക്കറെ കൊണ്ടുവന്നതും ഇ.പി. തന്നെ. ദേശാഭിമാനി പുറത്തിറക്കിയ സപ്ലിമെന്റിൽ VM രാധാകൃഷ്ണൻ എന്ന വിവാദ വ്യവസായിയുടെ പരസ്യം വന്നതും ചർച്ചയായി. വൈരുദ്ധ്യം നിറഞ്ഞ ന്യായീകരണങ്ങളും വിവാദം കൊഴുപ്പിച്ചു. ബന്ധുനിയമനാരോപണം മന്ത്രിപദവി നഷ്ടമാകുന്നതിനും ഇടയാക്കി. ഇ.പി. ജയരാജന്റെ കുടുംബത്തിന് മുഖ്യ ഓഹരി പങ്കാളിത്തമുള്ള മൊറാഴയിലെ വൈദേകം റിസോർട്ട് വിവാദങ്ങളിൽ നിറഞ്ഞു. സാമ്പത്തിക ആരോപണത്തിന് ഓഹരി പങ്കാളിത്തം ആയുധമായി. തുടർച്ചയായ നാക്കുപിഴ, വിവാദങ്ങൾ തുടർക്കഥയായി. ഒടുവിൽ BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിയതും പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തുറന്നു പറഞ്ഞതും വിവാദങ്ങളുടെ ഒടുവിലത്തെ എപ്പിസോഡ്. 24 കണ്ണൂർ. CPIM സംസ്ഥാന നേതൃത്വത്തിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവായിരുന്നു ഇ.പി. ജയരാജൻ. കണ്ണൂരിലെ ജയരാജൻ ത്രയത്തിലെ പ്രധാനി. എന്നാൽ 2021 ശേഷം ഇ.പി. ജയരാജനും CPIM നേതൃത്വവും തമ്മിൽ അത്ര നല്ല ബന്ധമായിരുന്നില്ല. SFIL തുടങ്ങിയ പാർട്ടി ജീവിതം, DYFIയുടെ ആദ്യ അഖിലേന്ത്യാ പ്രസിഡന്റ്, ദീർഘകാലം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി, വിഭാഗീയത കാലത്ത് തൃശൂർ ജില്ലാ സെക്രട്ടറി, പാർട്ടി സമ്മേളനം കഴിഞ്ഞ് മടങ്ങവേ ഏറ്റ വെടിയുണ്ടയുമായി ശിഷ്ടകാലം ജീവിതം. കൊലപാതക ശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഇ.പി. ജയരാജൻ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആവേശമായി. 1ാം പിണറായി മന്ത്രിസഭയിൽ വ്യവസായ കായിക മന്ത്രി. 2016 ബന്ധുനിയമന വിവാദം കസേര തെറിപ്പിച്ചു. വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയതോടെ 2018 വീണ്ടും മന്ത്രിപദത്തിലേക്ക്. 2021 തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തി. ഇ.പിയുടെ പരിഭവമറിഞ്ഞ പാർട്ടി LDF കൺവീനർ സ്ഥാനം നൽകി പിണക്കം തീർക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തെത്തിയതോടെ ഇ.പിയുടെ പിണക്കത്തിന്റെ ആഴം കൂടി. ഒടുവിൽ BJP ബന്ധാരോപണത്തിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റൽ. ഇ.പി തിരുത്തലിന് വിധേയനാകുമോ അതോ മറ്റു വഴികൾ തേടുമോ? ഇതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. റിസർച്ച് ഡെസ്ക് 24. നജാദ് പറയുന്ന CPIMനോ ഇ.പിക്കോ ഒരു പ്രശ്നവുമില്ല, പിന്നെ എന്തിനാണ് മാപ്രകളെ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം ഈ വിഷയത്തിലെന്നാണ് അദ്ദേഹം ഈ സ്റ്റോറികളെല്ലാം കണ്ടിട്ട് ചോദിക്കുന്നത്. സിനിമാ രംഗം വിവാദങ്ങളിൽ മുങ്ങി നിൽക്കുന്നതിനിടെ മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയേക്കും. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം മോഹൻലാൽ ആദ്യമായിട്ടൊരു പൊതുപരിപാടിയിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. സലിം മാലിക്കുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. സലിം, ഈ മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിക്കും, അത് നമുക്ക് ഉറപ്പിക്കാമോ? ഈ വിഷയത്തിലൊക്കെ നിലപാട് പറയുമോ അദ്ദേഹം ഇന്ന്? സലിം. ഉന്മേഷ്, ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മാധ്യമങ്ങളെ കാണാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുകൂടി പറയേണ്ടി വരും. കാരണം അടിമുടി അവ്യക്തത ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ മോഹൻലാൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പരിപാടി കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തന്നെ പ്രഥമ KCL കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിങ് ആണ്, ഔദ്യോഗിക ലോഞ്ചിങ് പരിപാടിയാണ്. ആ പരിപാടിയിൽ ഇപ്പോൾ കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മോഹൻലാൽ ഈ വേദിയിൽ സംസാരിക്കും. പക്ഷേ മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്നലെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളാണ് ഈ വേദിയിൽ വെച്ച് തന്നെ മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്നും വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കുമെന്നുമുള്ളൊരു അറിയിപ്പ് നൽകിയത്. പക്ഷേ അതിനുശേഷം ഇന്ന് രാവിലെ നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ ഒരു വിധത്തിലും മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യത, അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ ഇരിപ്പിടം തന്നെ ഏറ്റവും പുറകുവശത്താണ്. വലിയ വേദിയിൽ നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു വേദിയാണ്, 100-ലധികം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള ഒരുക്കങ്ങളോ വാർത്താ സമ്മേളനത്തിലുള്ള തയ്യാറെടുപ്പുകളോ ഇവിടെ നടത്തിയിട്ടുമില്ല. മോഹൻലാലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നതും ഏറ്റവും അവസാന നിമിഷം വരെയും അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഒരു വലിയ അവ്യക്തതയുണ്ട്. അതേസമയം അല്പസമയത്തിനകം തന്നെ മോഹൻലാൽ പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ പരാമർശിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. പക്ഷേ അങ്ങനെ വിവാദ വിഷയങ്ങൾ പരാമർശിക്കേണ്ട ഒരു വേദിയല്ല ഇത് എന്നുള്ളതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. KCLന്റെ ലോഞ്ചിങ് ആണ് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനുശേഷം മോഹൻലാൽ ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ 2 പരിപാടികൾ കൂടിയുണ്ട്. ഈ പരിപാടിക്ക് ശേഷം ഉടൻ തന്നെ വഴുതക്കാട് സുബ്രഹ്മണ്യം ഹാളിൽ വെച്ച് നടക്കുന്ന ഗാന്ധിമതി ബാലൻ ഒപ്പം ബേബി ജോൺ അനുസ്മരണ പരിപാടിയാണ്. ഈ പരിപാടിക്ക് ശേഷം അതിനുശേഷം ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ അവാർഡ് ദാനമാണ്. ഈ പരിപാടിയിലും മോഹൻലാൽ പങ്കെടുക്കും. അത് 4 മണിക്കാണ്. അങ്ങനെ 2 പരിപാടികൾ കൂടി ഇനിയും മോഹൻലാലിന് ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഇതിനിടയിൽ ഏത് സമയത്ത് മാധ്യമങ്ങളെ കാണും എന്നുള്ള കാര്യത്തിൽ ഒരു വിധത്തിലുള്ള വ്യക്തതയുമില്ല. മാത്രമല്ല മറ്റൊരു വാതിൽ വഴിയാണ് മോഹൻലാൽ ഈ വേദിയിലേക്ക് എത്തിയത്. മാധ്യമങ്ങളെ വെട്ടിച്ച് മറ്റൊരു മുൻവശത്തു കൂടിയുള്ള വാതിൽ വഴിയാണ് മോഹൻലാൽ ഇവിടേക്ക് എത്തുകയും ചെയ്തത്. ഉന്മേഷ്. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ സംസാരിക്കുമോ, നിലവിലെ വിവാദങ്ങൾ പ്രതികരിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. ഏറ്റവും അധികം ആരാധകരുള്ള 2 കായിക വിനോദങ്ങൾ ക്രിക്കറ്റും ഫുട്ബോളുമാണ്.
ബഹുമാനപ്പെട്ട മന്ത്രിയും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. രണ്ടിൻ്റെ ഏത് മത്സരങ്ങൾക്കും ആവേശത്തോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന മലയാളികൾ ലോകമെമ്പാടുമുണ്ട്. ലോകകപ്പിലെ മലയാളി സാന്നിധ്യം 1983 ലോർഡ്സിൽ തുടങ്ങിയതാണ്. ഇന്ന് കപിൽ ദേവിൻ്റെ ചെകുത്താൻ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്ക്വാഡിൽ ഉണ്ടായിരുന്ന മലയാളിയായ സുനിൽ വത്സനെ നമ്മൾ മറക്കില്ല. കളിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും ടീമിലെ സുനിലിൻ്റെ സാന്നിധ്യം അന്ന് മുതലേ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരങ്ങൾ ഒന്നാണ്. പിന്നീട് ഇന്ത്യ ലോകകപ്പ് നേടിയ ഓരോ തവണയും ടീമിൽ മലയാളി കളിക്കാരുണ്ടായിരുന്നു. 2007 T20 ലോകകപ്പിൽ ശ്രീശാന്ത് എന്ന മിടുക്കൻ്റെ ഉശിരൻ ക്യാച്ചിലൂടെയാണ് ഇന്ത്യ ലോകകപ്പ് നേടിയത്. 2011 ഇന്ത്യ ലോകകപ്പ് നേടുമ്പോഴും ശ്രീശാന്ത് ടീമിലുണ്ടായിരുന്നു. ഇത്തവണ ആ ഭാഗ്യം ലഭിച്ചത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസണാണ്. സുനിൽ വത്സൻ കണ്ണൂരുകാരനായിരുന്നെങ്കിൽ ശ്രീശാന്ത് എറണാകുളത്തുകാരനാണ്. സഞ്ജു തിരുവനന്തപുരംകാരനും. വടക്ക് നിന്ന് തെക്ക് വരെ കേരളം ക്രിക്കറ്റിൻ്റെ ലോകകപ്പിൽ ഭാഗമായെന്നാണ് അതിനർത്ഥം. ഇനിയും ഇടവേളകളില്ലാത്ത ഇന്ത്യൻ ടീമിൽ മലയാളികളുടെ സാന്നിധ്യം ഉണ്ടാകാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോഹൻലാൽ ഇപ്പോൾ സംസാരിക്കുകയാണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന വേദി. അസോസിയേഷൻ്റെ കേരള ക്രിക്കറ്റ് ലീഗ്. ക്രിക്കറ്റ് കളി പോലെ തന്നെ ഒരു പകൽ നീണ്ടുവന്ന വാശിയേറിയ ഒന്നായിരുന്നു കളിക്കാർക്ക് വേണ്ടി നടന്ന ലേലം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ആ ലേലത്തിൽ അണിനിരത്തിയ 170 കളിക്കാരിൽ നിന്നാണ് 6 ടീമുകൾ തങ്ങളുടെ കളിക്കാരെ സ്വന്തമാക്കിയത്. ബേസ് പ്രൈസിൽ നിന്ന് 9 ഇരട്ടി വരെ തുക നൽകി ജൂനിയറായ കളിക്കാരെ പോലും അവർ ടീമിൽ ഉൾപ്പെടുത്താൻ തയ്യാറായത് ഓരോ കളിക്കാരെയും ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് കാണുന്നത്. ഇത്തരത്തിൽ ഗംഭീരമായ സെലക്ഷൻ നടത്തിയ ഫ്രാഞ്ചൈസികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർ കേരളത്തിലെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നു. ക്രിക്കറ്റ് കളിക്കുന്ന അതിൻ്റെ ജീവവായുവായ അതിനെ കൊണ്ടു നടക്കുന്ന യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതും വിലപ്പെട്ടതുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാടത്തും പറമ്പിലും തീരത്തുമൊക്കെയായി ഓലമടലും ഓലപ്പന്തുമൊക്കെ ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിച്ചിരുന്ന ബാല്യമായിരുന്നു ഞങ്ങളുടേത്. ഇതൊക്കെ കേട്ടാൽ ഇന്ന് ക്രിക്കറ്റ് കളിയിലെ തുടക്കക്കാർക്ക് അത്ഭുതമായിരിക്കും. ഇന്നത്തെ തലമുറ ധോണി മുതൽ സഞ്ജു സാംസൺ വരെ കയ്യൊപ്പിട്ട ബാറ്റുകളേന്തിയാണ് കളി പഠിക്കാനിറങ്ങുന്നത്. ഇന്ന് ക്രിക്കറ്റ് പരിശീലിക്കാൻ മികച്ച അവസരമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനും ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനുകളും കളിക്കാർക്ക് നൽകുന്നത്. കേരളത്തിൽ ഉടനീളം പടർന്നു കിടക്കുന്ന ഗ്രൗണ്ടുകൾ, നല്ല പരിശീലകർ, അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരളത്തിന് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്നത്. വനിതാ ഇന്ത്യൻ ടീമിൽ ഈ വർഷം 3 മിടുക്കികളാണ് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. മിന്നുമണി, ആശ ശോഭന, സജന സജീവൻ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇത് തന്നെ ധാരാളമാണ്. ഒരു കൂട്ടം ക്രിക്കറ്റ് താരങ്ങളെ സൃഷ്ടിക്കാൻ സാധിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഇനിയും ഇക്കാര്യത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനവർക്ക് സാധിക്കുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. അതിന് തുടക്കമാകട്ടെ കേരള ക്രിക്കറ്റ് ലീഗ്. നമുക്ക് ഒന്നിച്ച് ക്രിക്കറ്റ് കളിയുടെ ഓണാഘോഷത്തിന് തുടക്കമിടാം. എല്ലാവർക്കും ആശംസകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ എങ്ങനെ നമ്മൾ ഒന്നിച്ചങ്ങ് കളിക്കാനിറങ്ങുകയല്ലേ? എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ആൻഡ് എല്ലാവർക്കും ഈ ഫ്രാഞ്ചൈസി ആൻഡ് ഓണേഴ്സിനും ഇവിടെ കളിക്കാൻ പോകുന്ന എല്ലാവർക്കും, പ്ലേയേഴ്സിനും, ഇനി കളിക്കാൻ വരുന്ന ആൾക്കാർക്കും, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ, പ്രാർത്ഥനകൾ. ജയ് ഹിന്ദ്. Thank you so much, sir. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. മോഹൻലാൽ ഇപ്പോൾ വേദിയിൽ സംസാരിച്ച് മടങ്ങുകയാണ്.
അദ്ദേഹം വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കുമോ എന്ന് കേരളം ഉറ്റുനോക്കുകയായിരുന്നു. പക്ഷേ ആ വേദിയിൽ അത്തരമൊരു സംസാരമില്ല. സലിം മാലിക് ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. സലിം, അദ്ദേഹം ഇനി ഇപ്പോൾ വേദി വിട്ടിരിക്കുന്നു. അടുത്ത പരിപാടിയിൽ പങ്കെടുക്കാനായി അവിടെ നിന്ന് യാത്ര തിരിക്കുമായിരിക്കുമല്ലോ ഇപ്പോൾ തന്നെ. ഒരു പ്രതികരണം പ്രതീക്ഷിക്കാമോ സലിം? ഉന്മേഷ്, ഈ ഘട്ടത്തിലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. മോഹൻലാൽ ഇപ്പോഴും വേദിയിൽ തുടരുകയാണ്. മോഹൻലാലിന്റെ പ്രസംഗം നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മോഹൻലാലിന്റെ പ്രസംഗം അവസാനിച്ചിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ വിവാദ വിഷയങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല. ക്രിക്കറ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. ഇന്ത്യയുടെ ക്രിക്കറ്റ് യാത്രയെക്കുറിച്ച്, അത് 1983 മുതൽ ഇക്കാലം വരെയുള്ള ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെയും വനിതാ ക്രിക്കറ്റ് ടീമിന്റെയും ജൈത്രയാത്രയെ കുറിച്ചുള്ള ഒരു പരാമർശം മാത്രമാണ് നടത്തിയത്. ഇപ്പോൾ ഈ മോഹൻലാൽ ഇതിന്റെ ഔദ്യോഗിക ഗാനം, ഈ KCLന്റെ ഔദ്യോഗിക ഗാനം ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ തുടങ്ങുമല്ലേ എന്ന മോഹൻലാലിന്റെ വാചകത്തോടു കൂടി തുടങ്ങുന്ന ഔദ്യോഗിക ഗാനമാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എഴുതി തയ്യാറാക്കിയ പ്രസംഗമായിരുന്നു മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തുകയും ചെയ്തത്. യാതൊരു വിധത്തിലുള്ള വിവാദങ്ങളോ അതുമായി ബന്ധപ്പെട്ടുള്ള വാക്കുകളോ മോഹൻലാലിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നില്ല. മോഹൻലാൽ ഇപ്പോഴും ഈ വേദിയിൽ തന്നെ തുടരുന്നുണ്ട്. ഈ വേദിയിൽ ഈ പരിപാടിക്ക് ശേഷം, ഈ ഔദ്യോഗിക ഗാനത്തിന്റെയും ലോഞ്ചിങ്ങിന് ശേഷം അത് മോഹൻലാൽ വേദി വിടും മുൻപ് മാധ്യമങ്ങളുമായി സംസാരിക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോഴും നമുക്കറിയേണ്ടത്. അതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഈ പരിപാടി ഔദ്യോഗികമായി സമാപിക്കും. അതിനുശേഷം വീണ്ടും ഈ വാർത്താ സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടത്തുമോ എന്നും അറിയില്ല. കാരണം നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, പകരം മോഹൻലാൽ ഇങ്ങോട്ട് തന്നെ ആവശ്യപ്പെട്ടതാണ് മാധ്യമങ്ങളെ കാണണമെന്ന്. അങ്ങനെയായിരുന്നു ഇന്നലെ നമുക്ക് ലഭിച്ച അറിയിപ്പ്. KCLന്റെ തന്നെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ലാലേട്ടൻ മാധ്യമങ്ങളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നാളെ ആ പരിപാടിക്ക് ശേഷം ഹയാത്തിൽ വെച്ച് മാധ്യമങ്ങളെ കാണും എന്നൊരു അറിയിപ്പ് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു നമ്മൾ ആ നിലയിലേക്ക് മോഹൻലാൽ മാധ്യമങ്ങളെ ഇന്ന് കാണുമെന്ന വാർത്ത നൽകിയത്. പക്ഷേ ഇതുവരെയും ഇവിടെ വാർത്താ സമ്മേളനത്തിലുള്ള ക്രമീകരണങ്ങളില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ഈ വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മോഹൻലാൽ പ്രതികരിക്കും. അത് അല്പസമയത്തിനകം തന്നെ ഇവിടെ അതിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയ ശേഷം മോഹൻലാൽ പ്രതികരണം നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇപ്പോൾ തന്നെ 1:30 2:30 മോഹൻലാലിന് അടുത്ത പരിപാടിയുണ്ട്. അത് വഴുതക്കാട് വെച്ചുള്ള ഒരു പരിപാടിയാണ്. സുബ്രഹ്മണ്യം ഹാളിൽ വെച്ച് ഗാന്ധിമതി ബാലൻ അനുസ്മരണവും ബേബി ജോൺ അനുസ്മരണവും ഉണ്ട്. ആ പരിപാടിക്ക് ശേഷം 4 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഉൾപ്പെടെ പങ്കെടുക്കുന്ന ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷന്റെ അവാർഡ് പരിപാടിയുമുണ്ട്. അങ്ങനെ 2 പരിപാടികൾ കൂടി മോഹൻലാലിന് ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനിടയിൽ ആ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള തിരക്കിലേക്ക് വളരെ വേഗം മോഹൻലാൽ ഇവിടെ നിന്ന് മടങ്ങുമോ അതോ മാധ്യമങ്ങളോട് സംസാരിക്കുമോ എന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ വ്യക്തത വരും. കാരണം ഈ പരിപാടി അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഉള്ളത് ഈ KCLുമായി ബന്ധപ്പെട്ട ടീമുകളെ പരിചയപ്പെടുത്തുക, ഓരോ ടീമുകളെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ടീമുകളെ മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ തന്നെയാകും പരിചയപ്പെടുത്തുക. അതിനുശേഷമേ ഈ പരിപാടി ഔദ്യോഗികമായി അവസാനിച്ചതിന് ശേഷം മാത്രമേ ഈ വേദിയിൽ നിന്ന് മോഹൻലാൽ മടങ്ങൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു താല്പര്യം അദ്ദേഹം അറിയിച്ചേക്കാം. നേരത്തെയും ഈ സഞ്ജു സാംസൺ കഴിഞ്ഞ തവണ ഇതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ സഞ്ജുവും ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷമായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. ആ നിലയിൽ ഏതെങ്കിലും ക്രമീകരണം പ്രത്യേകമായി ഒരുക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഉന്മേഷ്, സലിം മാലിക്കാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മോഹൻലാൽ വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹം ക്രിക്കറ്റ് മാത്രം പരാമർശിച്ചുകൊണ്ടാണ് ആ വേദിയിൽ സംസാരിച്ചത്. ഇപ്പോൾ അവിടുത്തെ ചടങ്ങുകൾ ഏറെക്കുറെ പൂർത്തിയാവുകയാണ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി മാധ്യമങ്ങളെ കാണുമോ, വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. സലിം മാലിക് തുടരുന്നുണ്ട്. സലീം, ആ ചടങ്ങ് പൂർണ്ണമായി അവസാനിച്ചിട്ടുണ്ടോ ഇപ്പോൾ? സലീം, ചടങ്ങ് പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. കാരണം ഇനി ചടങ്ങിൽ നേരത്തെ മുൻ നിശ്ചയിച്ചത് പ്രകാരമാണെങ്കിൽ 6 ടീമുകളാണ് KCLുമായി ബന്ധപ്പെട്ടുള്ളത്. ആ KCLിൽ 6 ടീമുകളെയും ഫ്രാഞ്ചൈസികളെയും അവരുടെ ക്യാപ്റ്റന്മാരെയും ടീം അംഗങ്ങളെയും മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ പരിചയപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ആ പരിചയപ്പെടുത്തൽ പരിപാടിയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ലോഗോ ലോഞ്ചിങ് ഉണ്ട്, ട്രോഫി പരിചയപ്പെടുത്തലുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഈ KCLിന്റെ ട്രോഫി പരിചയപ്പെടുത്തലാണ്. അത് മോഹൻലാലിനൊപ്പം തന്നെ കായിക മന്ത്രി V അബ്ദുറഹ്മാൻ കൂടി ചേർന്നാണ് ആ ട്രോഫി പരിചയപ്പെടുത്തുന്നത്. ആ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു പ്രൗഢമായ ചടങ്ങാണ്, ഒരു പ്രൗഢമായ വേദിയാണ്. അവിടെ വെച്ച് എങ്ങനെയാണ് മാധ്യമങ്ങളെ കാണുന്ന ഒരു വാർത്താ സമ്മേളനത്തിലുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതിൽ ഇപ്പോഴും നമുക്ക് ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ ഇത് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല. മാധ്യമങ്ങളോട് മോഹൻലാൽ മാധ്യമങ്ങളെ കാണാൻ താല്പര്യപ്പെടുന്നു എന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അധികൃതർ തന്നെ ഔദ്യോഗികമായി വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അറിയിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത ഇപ്പോഴും തള്ളിക്കളയാതിരിക്കുന്നത്. ഇപ്പോൾ ട്രോഫി പരിചയപ്പെടുത്തൽ, അതിനുശേഷം ടീം അംഗങ്ങളെ പരിചയപ്പെടുത്തൽ, അതിനുശേഷമാകും ഈ ചടങ്ങ്
ഔദ്യോഗികമായി സമാപിക്കുക. നിലവിൽ ഇപ്പോഴും വേദിയിൽ നിന്ന് മോഹൻലാൽ ഇറങ്ങിയിട്ടില്ല. മോഹൻലാലും കായിക മന്ത്രിയും ഇപ്പോഴും വേദിയിൽ തന്നെയുണ്ട്. ഈ ട്രോഫി പരിചയപ്പെടുത്തിയതിനു ശേഷം ടീം അംഗങ്ങളെ ഈ മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പരിചയപ്പെടുത്തും. അതിന് പിന്നാലെ ഈ ചടങ്ങ് അവസാനിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെയുള്ള ഈ ടീം അംഗങ്ങൾ, ഈ 6 ടീമിന്റെയും അംഗങ്ങൾ, അത് അവർ തന്നെ ഏറെക്കുറെ 120-ലധികം പേരുണ്ട്. അവരെ ഈ വേദിയിൽ നിന്ന് പുറത്തേക്ക് പോയതിനു ശേഷം മാധ്യമങ്ങളെ കാണാനുള്ള സൗകര്യം ഒരുക്കുമോ, മാധ്യമങ്ങളെ കാണുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും കാത്തിരിക്കുന്നത്. വീണ്ടും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് നമ്മൾ കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഖ്യാപന വേദിയിലേക്ക് തിരികെ പോകുന്നു. വേദിയിൽ മോഹൻലാലുണ്ട്. നേരത്തെ അദ്ദേഹം സംസാരിച്ചിരുന്നു. വിവാദ വിഷയങ്ങളിൽ പ്രതികരണമുണ്ടായില്ല. അതിന്റെ ഔദ്യോഗിക ലോഞ്ചുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. കായിക മന്ത്രി ഉൾപ്പെടെ ആ വേദിയിൽ ഉണ്ട്. മോഹൻലാൽ വിവാദ വിഷയങ്ങളിൽ പ്രതികരിക്കുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അദ്ദേഹം വിവാദങ്ങൾക്ക് ശേഷം പങ്കെടുക്കുന്ന ആദ്യ പൊതുചടങ്ങാണ് ഇത്. 3 പരിപാടികളാണ് തിരുവനന്തപുരത്ത് മോഹൻലാലിനുള്ളത്. അതിലാദ്യത്തെ ചടങ്ങ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഔദ്യോഗിക ലോഞ്ച്. അതിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. മറുഭാഗത്ത് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളത് കൊല്ലത്ത് മുകേഷിൻ്റെ MLA ഓഫീസിലേക്ക് വലിയ പ്രതിഷേധം നടക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ. ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ അരുൺ രാജുണ്ട്. അരുൺ, വലിയ പ്രതിഷേധമാണല്ലോ കൊല്ലത്ത് മുകേഷിനെതിരെ. അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം രാഹുൽ മങ്കുട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തത്. ഇതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് മറികടന്ന് MLA ഓഫീസിലേക്കുള്ള കടക്കുകയാണ്. അവിടെ പോലീസ് വലിയ ഒരു ബാരിക്കേഡ് രണ്ടാമതും സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുത്തു. കാരണം പോലീസുകാർ ഈ പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുന്ന സംഭവം വരെ ഉണ്ടായി. ഇതിനുശേഷമാണ് പോലീസിന് നേരെ പ്രവർത്തകർ തിരിഞ്ഞത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ഈ പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ഈ പോലീസുമായി നേരിട്ടുള്ള ഒരു യുദ്ധം അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുകയാണ്. പ്രധാനമായും MLA സ്ഥാനം മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം ഉണ്ടായത്. ഈ പ്രകടനം ഈ MLA ഓഫീസിന് 200 മീറ്റർ മുമ്പിലാണ് പോലീസ് തടഞ്ഞത്. പക്ഷേ ആ ബാരിക്കേഡ് ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഏറെ പ്രധാനം. പക്ഷേ അവിടെയൊന്നും ഈ പോലീസ് പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിട്ട് ഒരു തർക്കത്തിലേക്കടക്കം കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയടക്കം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ വനിതാ പ്രവർത്തകരടക്കം ഈ ദൃശ്യങ്ങൾ കാണാം. വനിതാ പ്രവർത്തകരടക്കം ഈ പോലീസുമായി നേരിട്ട് വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു ദൃശ്യമാണ്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ഈ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാം. അങ്ങനെ പോലീസ് വീണ്ടും ഈ പ്രവർത്തകരെ മാറ്റുവാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ അത് നേരിട്ട് വീണ്ടും കയ്യാങ്കളിലേക്ക് പോവുകയാണ്. ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് പരമാവധി ശ്രമം നടത്തുന്നു. ചില പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ ഈ മുതിർന്ന നേതാക്കളും പോലീസും ഈ ദൃശ്യങ്ങൾ കാണാം. പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ട്. പോലീസ് ലാത്തി വീശിയിരിക്കുന്നു. പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജാണ് പോലീസ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ സമീപനം പാലിച്ച പോലീസ് തുടർന്ന് ഇപ്പോൾ ലാത്തി വീശിയിരിക്കുകയാണ്. രാഹുൽ മങ്കൂട്ടത്തിലടക്കം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരടക്കം ഈ പ്രകടനത്തെ ഉണ്ട്. ഈ പ്രകടനത്തിൽ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ലാത്തിച്ചാർജ് അടക്കം ഉണ്ടായത്. നിരവധി പ്രവർത്തകർക്ക് ഈ ലാത്തിച്ചാർജിലടക്കം പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ പരിക്ക് പറ്റിയ പ്രവർത്തകരടക്കം ഈ സ്ഥലത്ത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വനിതാ പ്രവർത്തകരടക്കമുണ്ട്. അവരെ മാറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടാവുന്നു. ഒരുപക്ഷെ കൂടുതൽ പോലീസ് സംവിധാനം ഇവിടേക്ക് എത്തി ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമായിരിക്കും ഇനി ഉണ്ടാവുക. എന്തായാലും ACP കൊല്ലം സിറ്റി ACP അടക്കമുള്ളവർ നേരിട്ടെത്തിയാണ് ഇത് ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നത്. എന്തായാലും കൂടുതൽ പോലീസിനെ അടക്കം ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ വിന്യസിക്കാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിട്ടൊരു കയ്യാങ്കളിയിലേക്ക് നേരിട്ടുള്ള ഒരു പോരിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കൊല്ലത്ത് നിന്ന് കാണാൻ കഴിയുന്ന ദിവസങ്ങളിലേക്കാൾ കുറച്ചുകൂടി സമരം കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. കുറച്ചുകൂടി സമരത്തിന്റെ ഒരു രൂപം മാറ്റുകയാണ്, ഒരു ഗതിയെ തന്നെ മാറ്റിമറിക്കുകയാണ്. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വശത്തുണ്ടാകുന്നു. പക്ഷെ അത് എത്രത്തോളം
എത്രത്തോളം വിജയം കാണുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഈ മുതിർന്ന നേതാക്കളുമായി ഉന്നത ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്. കാരണം പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോകാതെ ഈ സമരം അവസാനിപ്പിക്കണം. ഈ ദൃശ്യങ്ങൾ കാണാം, ഈ ദൃശ്യങ്ങൾ കാണാൻ തന്നെ ഇപ്പോൾ ഈ CI അത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇദ്ദേഹം കൊല്ലം വെസ്റ്റ് CI ആണ്. അദ്ദേഹത്തിന്റെ കാലിനടക്കം പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റുന്ന കാഴ്ച, അദ്ദേഹം ഈ പ്രകടനം നേരിടുന്നതിനിടയിലാണ്, ഈ മാർച്ച് നേരിടുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത്. പള്ളിത്തോട്ടം CI ഫയാസ് സാറിനാണ് പരിക്ക് ഏറ്റിട്ടുള്ളത്. എന്തായാലും അങ്ങനെ പോലീസുകാർക്കും പരിക്കുണ്ട്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ പോലീസുകാർക്കടക്കം പരിക്ക് പറ്റി. അവരെ ഈ സമയം ഇവിടെ നിന്ന് മാറ്റുകയാണ്. പ്രവർത്തകർക്കൊപ്പം പോലീസുകാർക്കും പരിക്ക് പറ്റുന്ന കാഴ്ച. ഈ എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ പ്രകടനം പോലീസ് പ്രതീക്ഷിച്ചതിനപ്പുറം, പോലീസിന്റെ എല്ലാ കണക്കുകൂട്ടലിനപ്പുറമുള്ള ഒരു രൂപത്തിലേക്ക് മാറി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തതിന് തൊട്ട് പിന്നാലെ ഈ സമരം പോലീസിന് നേരെ, അല്ലെങ്കിൽ പോലീസിന്റെ എല്ലാ ബാരിക്കേഡുകളും മറികടന്നിട്ട് പോലീസിന് നേരെ തിരിയുന്ന കാഴ്ചയാണ് ഉണ്ടായത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്ന വനിതാ പോലീസുകാർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. വനിതാ പോലീസുകാർക്കടക്കം ഈ മാർച്ച് ഈ തടയുന്നതിനിടയിൽ സാരമായ രീതിയിലുള്ള പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഉദ്യോഗസ്ഥർക്ക് നേരെ, അല്ലെങ്കിൽ ഈ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമത്തിനിടയിലാണ്, ഈ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷത്തിനിടയിലാണ് ഈ പരിക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മുതിർന്ന നേതാക്കളടക്കം ഇപ്പോഴും സ്ഥലത്ത് നിൽക്കുകയാണ്. ഈ ബാരിക്കേഡ് മറികടന്നു പോയ പ്രവർത്തകരെ അടക്കം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് മുകേഷിന്റെ MLA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിലുണ്ട്. പോലീസുമായി നേരത്തെ ചെറിയ സംഘർഷമുണ്ടായി. പോലീസുമായി പ്രവർത്തകർ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ CI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് പരിക്കുണ്ട്. ചില പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാരിക്കേഡ് മറികടക്കാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. പോലീസ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറുഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ അത് തിരുവനന്തപുരത്ത് നിന്നാണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന വേദിയിൽ, ഔദ്യോഗിക ലോഞ്ച് വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മോഹൻലാൽ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളിൽ മോഹൻലാലിന്റെ പ്രതികരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചടങ്ങ് പൂർത്തിയായ ശേഷം, എല്ലാവരെയും പുറത്തിറക്കിയതിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളോട് സംസാരിക്കും. വിവാദ വിഷയങ്ങൾ അദ്ദേഹം പ്രതികരിക്കുമെന്ന് സലീം മാലിക് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ലോഞ്ചുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കായിക മന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ വേദിയിൽ ഉണ്ട്. കളമശ്ശേരിയിൽ നിന്ന് വരുന്ന ഞെട്ടിക്കുന്ന വാർത്ത, ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കയറി കണ്ടക്ടർ കുത്തിക്കൊന്നു എന്നുള്ള വാർത്ത വരുന്നു. കളമശ്ശേരി HMTയിലാണ് ഈ സംഭവം. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേർന്നുണ്ട്. അശ്വിൻ, ഇത് കൊല്ലപ്പെട്ടത്, അശ്വിൻ കേൾക്കാൻ കഴിയുന്നെങ്കിൽ ഈ കൊല്ലപ്പെട്ടത് ആരാണ്, എന്താണ് സംഭവിച്ചത് അശ്വിൻ? ഉന്മേഷ്, ഇപ്പോൾ പ്രാഥമിക വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. HMT കളമശ്ശേരി ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഈ കാണുന്ന ബസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നത്. ഈ ബസ്സിൽ വെച്ച് ഇതിന്റെ കണ്ടക്ടറായ ഇടുക്കി സ്വദേശിയെ കുത്തിക്കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം ഈ പ്രതി ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ പ്രാഥമിക പരിശോധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കളമശ്ശേരിയിലേക്ക്, ഇടപ്പള്ളി ഭാഗത്തൂടെ കളമശ്ശേരിയിലേക്ക് വരുന്ന വൈറ്റിൽ ഹബ്ബിൽ നിന്നും കളമശ്ശേരി HMT വരെ സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ്. അസ്ത്ര എന്നു പേരുള്ള സ്വകാര്യ ബസ്സാണ്. ഈ ബസ്സിൽ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത്. എന്താണ് കൊലപാതക കാരണമെന്നോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നോ ഒന്നും നിലവിൽ പോലീസിനും വിവരം ലഭിച്ചിട്ടില്ല. ഇത് സൈഡിലേക്ക്, ഈ പ്രധാന റോഡിൽ വെച്ചാണ് കൊലപാതകം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ആ ബസ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. പോലീസ് അത് ബന്ദോബസ്തിലാക്കിയിട്ടുണ്ട്. പോലീസ് ഇതിനകത്ത് ഇനി തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രാഥമിക പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. ഈ കൊല്ലപ്പെട്ട ഇടുക്കി സ്വദേശി 32 വയസ്സുകാരനാണ്. മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിശദമായ പരിശോധന തന്നെ തൃക്കാക്കര SCPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതി എവിടേക്കാണ് ഓടി രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ പോലീസിനും ഇപ്പോൾ ഒരു വ്യക്തതയില്ല. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സൂചന കിട്ടിയാൽ പ്രതിയെ വിശദമായി തന്നെ, അല്ലെങ്കിൽ പ്രതിയിലേക്ക് എത്താനുള്ള എന്തെങ്കിലും സൂചന ലഭിക്കുമോ എന്നുള്ള ഒരു പരിശോധനയിലാണ് പോലീസ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, തൃക്കാക്കര SCPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ കൊല്ലപ്പെട്ടത് ഇടുക്കി സ്വദേശി അനീഷാണ്. 32 വയസ്സാണ് പ്രതിക്കുള്ളത്. ഈ ബസ് ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ്, യാത്രക്കാരുമായി സർവീസ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കൊലപാതകം ഉണ്ടായതെന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവം. എന്തായാലും വിശദമായ അന്വേഷണം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നടുറോഡിലായിരുന്നു ബസ് ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. എന്തായാലും പോലീസ് കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മളോടും വ്യക്തമാക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ ഈ സംഭവം ഉണ്ടായിട്ട്.
എന്തായാലും ഇവിടെ നാട്ടുകാരനായ ഒരാൾ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എന്തായാലും ദൃക്സാക്ഷികളടക്കമുള്ള ആളുകൾ ബസ്സിൽ ഉണ്ടായിരുന്നു. അവരെ അടക്കം പോലീസ് വിശദമായി തന്നെ അവരിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ച് അറിയുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങളിലേക്ക് വരും മിനിറ്റുകളിൽ നമുക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രതി ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. ഈ മേഖലകൾ സ്ഥിരമായി ഈ പ്രൈവറ്റ് ബസ്സുകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ്. വൈറ്റില ഹബ്ബിൽ നിന്നും കളമശ്ശേരിയിലേക്കുള്ള റൂട്ടിൽ അവിടെയാണ് ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള കുടിപ്പകയാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ മേഖലയിൽ തന്നെ ഈ പ്രതി ഉണ്ടാകും എന്നുള്ളൊരു സൂചന കൂടി പോലീസ് ഈ നിമിഷം പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ്. ഈ പട്ടാപ്പകൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ ഒരാളെ കുത്തിക്കൊല്ലുക എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ് കളമശ്ശേരി HMD ജംഗ്ഷനിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഉന്മേഷ്, അശ്വിൻ, ഈ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അശ്വിൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് ദൃക്സാക്ഷികളുണ്ട്. അവർക്കാർക്കെങ്കിലും അറിയാവുന്ന വ്യക്തിയാണോ? പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? അതോ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ അവർക്ക് ഈ ഘട്ടത്തിൽ? അശ്വിൻ, നിലവിൽ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു വിവരവും നമുക്ക് പോലീസ് കൈമാറുന്നില്ല. നമുക്ക് ബസ്സിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട ഈ തെളിവുകളടക്കം ഉള്ളതുകൊണ്ട് അവിടേക്ക് പോലീസ് ഇപ്പോൾ ബസ്സിനകത്തേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നില്ല. എന്താ പൂർണ്ണമായും തന്നെ അത് മാറ്റിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന ഈ സംഭവം നടക്കുമ്പോൾ ഏരിയയിൽ ഉണ്ടായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ലോട്ടറി കച്ചവടമാണല്ലോ. സംഭവിച്ചത് ആ ബസ്സില് ഓടിക്കേറി വന്ന് കുത്തി കൊന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർ നിറച്ചായോണ്ടൊന്നും കാണാൻ പറ്റിയില്ല. അല്ല, ഒരു പയ്യനാണ്. അവനങ്ങോട്ട് മൂലപ്പാടത്തേക്ക് ഓടിയെന്നാണ് അറിഞ്ഞത്. ഇതാ ജോസ് ബേക്കറിയുടെ അവിടെ. ബസ് യാത്രക്കാർ കുറവായിരുന്നു. വേറെ വിവരങ്ങളൊന്നും അറിയില്ല. വേറെ വിവരം അറിയില്ല. യാത്രക്കാരെങ്കിലും ഇല്ല ഇല്ല ഇല്ല. ഉന്മേഷ്, ഇതാണ് ഈ സ്ഥലത്തുണ്ടായിരുന്നത്. അതായത് HMDയിലെ പ്രധാന ജംഗ്ഷൻ എന്ന് പറയുന്നത് അല്പം മാറിയാണ്. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ വാഹനം നിർത്തിയ സമയത്ത് ആണ് ഇങ്ങനെ ഒരു കൊലപാതകം. മറ്റു വിവരങ്ങൾ കൂടി ശേഖരിക്കും അശ്വിൻ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.